പ്രിയപ്പെട്ട MRS കുടുംബാംഗങ്ങൾ, ഇന്ന് കേരളപ്പിറവി ദിനം. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് MRSലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന എന്റെ ജില്ലയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ജില്ലകളിലൂടെ എന്ന പ്രോഗ്രാമിൽ എന്റെ ജില്ലയായ എറണാകുളത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല സ്ഥാപിതമായി. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി, വാഹന രജിസ്ട്രേഷൻ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ, വ്യവസായവൽക്കരണം, സമ്പൂർണ്ണ സാക്ഷരത, ആദ്യ ശിശു സൗഹൃദ ജില്ല, ആദ്യ സ്പീഡ് പോസ്റ്റ്, ഏക മേജർ തുറമുഖം, ആദ്യ തുറമുഖം, ഏക മനുഷ്യനിർമ്മിത ദ്വീപ്, ആദ്യ മെട്രോ റെയിൽ, ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നെടുമ്പാശ്ശേരി വിമാനത്താവളം, എണ്ണ ശുദ്ധീകരണശാല, ആദ്യ പ്ലോട്ടീൻ ATM, എല്ലാം എറണാകുളത്തിന്റെ സ്വന്തം. ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, എല്ലാം എറണാകുളത്തിന്റെ പൊൻതൂവലുകൾ. ഇനി വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ: സെന്റ് ഫ്രാൻസിസ് പള്ളി, മലയാറ്റൂർ കുരിശുമുടി, മട്ടാഞ്ചേരി ജൂതപ്പള്ളി, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, തട്ടേക്കാട് പക്ഷി സങ്കേതം, കോടനാട് റബ്ബർ പാർക്ക്, ഹിസ്റ്ററി മ്യൂസിയം, ആർക്കോളജിക്കൽ മ്യൂസിയം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. ഞാൻ ഋഷികേഷ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരളപ്പിറവി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കേരളത്തിലെ ജില്ലകളിലൂടെ എന്ന ഈ പ്രോഗ്രാമിൽ ഞാൻ എന്റെ ജില്ലയായ കോഴിക്കോടിനെയാണ് പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് ജില്ല നിലവിൽ വന്നത് 1957 ജനുവരി 1-നാണ്. നെടുവീർപ്പ് സ്വരൂപം എന്നാണ് കോഴിക്കോട് രാജവംശം അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉള്ളത്. രാജഭരണകാലത്ത് സാമൂതിരിയുടെ തലസ്ഥാനമായിരുന്നു കോഴിക്കോട്. സാമൂതിരിയുടെ നാവികസേനാ തലവനായിരുന്നു കുഞ്ഞാണി മരക്കാർ. ചരിത്ര പ്രാധാന്യം കൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും പ്രസിദ്ധമായ വെള്ളിയാങ്കല്ല് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ലോകനാർക്കാവ് ക്ഷേത്രം, കുറ്റിച്ചിറ മിസ്കാൻ പള്ളി, സരോവരം ബയോ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അക്കയം വൈദ്യുതി നിലയം, കുറ്റ്യാടി ജലവൈദ്യുതി പദ്ധതി എന്നിവ കോഴിക്കോട് ജില്ലയിലാണ്. ഉഷാഗിരി വെള്ളച്ചാട്ടം, വെള്ളാരിമല വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ സ്വർണത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയ ചാലിയാർ പുഴയുടെ തീരത്താണ്. പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് കോഴിക്കോടിലെ കാപ്പാട് കടൽ തീരത്താണ്. സഞ്ചാരികളുടെ പ്രധാന ആകർഷണ സ്ഥലങ്ങളാണ് മിഠായി തെരുവ്, മാനാഞ്ചിറ സ്ക്വയർ, താമരശ്ശേരി ചുരം, ബേപ്പൂർ തുറമുഖം, പഴശ്ശിരാജ മ്യൂസിയം എന്നിവ. നന്ദി, നമസ്കാരം. മലമേലെ തിരിവെച്ച് പെരിയാറിൻ കേരളത്തിലെ ജില്ലകളിലൂടെ എന്ന പ്രോഗ്രാമിൽ എന്റെ ജില്ലയായ ഇടുക്കി ജില്ലയിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇടുക്കി ജില്ല നിലവിൽ വന്നത് 1972 ജനുവരി 26-ാം തീയതിയാണ്. സുഗന്ധവ്യഞ്ജന കലവറകൾ, പവർ ഹൗസ്, വന്യജീവി സങ്കേതം, ജലവൈദ്യുതി പദ്ധതികൾ ഇവയെല്ലാം ഇടുക്കിയുടെ സ്വന്തം. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ: മൂന്നാർ, വാഗമണ്ണ്, തേക്കടി, കുമളി, പീരുമേട്. പ്രധാന വെള്ളച്ചാട്ടങ്ങൾ: തൂവാനം വെള്ളച്ചാട്ടം, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, ചീയപ്പാറ വെള്ളച്ചാട്ടം, വാളറ വെള്ളച്ചാട്ടം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. ഞാൻ ആരാമൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകതകളുമായാണ്. പ്രാചീന കാലത്ത് സ്വാനന്തപുരം എന്നും അനന്തപുരി എന്നുമല്ല അറിയപ്പെട്ടിരുന്ന തിരുവനന്തപുരം ജില്ല രൂപീകരിച്ചത് 1949 ജൂലൈ 1-നായിരുന്നു. കേരളത്തിന്റെ തെക്ക് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന ജില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കവടിയാർ കൊട്ടാരം, കിളിമാനൂർ കൊട്ടാരം, കനകക്കുന്ന് കൊട്ടാരം, കോഴിക്കൽ കൊട്ടാരം, കുതിരമാളിക തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മ്യൂറൽ പർവ്വത എന്നറിയപ്പെടുന്നു. സെക്രട്ടേറിയറ്റ് മന്ദിരം 1869 ആണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇതിന്റെ ശില്പി വില്യം ബാർട്ടൺ ആണ്. ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദിയാണ് നെയ്യാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ തീരത്താണ്. കേരളത്തിലെ ഏക ലാൻഡ് സഫാരി പാർക്ക് നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ മഴക്കുന്നം ദ്വീപാണ്. തിരുവനന്തപുരം ജില്ലയിലെ
ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല. 1868 മീറ്ററാണ് ഉയരം. ഹരിപ്പ പക്ഷിസങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കായ വെസ്റ്റർഗൂഡ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ പ്രധാന വിനോദയാത്ര കേന്ദ്രങ്ങളായ കോവളം, പൊന്മുടി, വർക്കല, ആഴിമല ബീച്ച് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ്. മീൻമുട്ടി, കൊബേക്കാണി എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഈ ജില്ലയിലാണ്. മഹാകവി കുമാരനാശാൻ സ്മാരകം, തോന്നക്കൽ മഹാകവി ഉള്ളൂർ സ്മാരകം ജഗതിയിൽ, അയ്യങ്കാളി ജന്മസ്ഥലം വെങ്ങാനൂർ, ശ്രീനാരായണ ഗുരു ജന്മസ്ഥലം ചമ്പഴന്തി, സമാധിസ്ഥലം വർക്കല, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണമൂല, ഇതെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യ IT പാർക്ക്, ഏറ്റവും വലിയ ജയിൽ, ആദ്യ തുറന്ന ജയിൽ, ആദ്യ മൃഗശാല, ആദ്യ മ്യൂസിയം, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ റേഡിയോ നിലയം, ആദ്യ ദൂരദർശിനി കേന്ദ്രം, ആദ്യ വിമാനത്താവളം എന്നിവയെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ജില്ലയുടെ എന്ന പ്രോഗ്രാമിൽ എൻ്റെ ജില്ലയായ വയനാടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 1980 നവംബർ 1 കേരളത്തിൻ്റെ 12ാമത്തെ ജില്ലയായി വയനാട് രൂപം കൊണ്ടു. കർണാടകയും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയാണ് വയനാട്. വയൽനാട് എന്ന വാക്കിൽ നിന്നാണ് വയനാട് എന്ന പേര് ഉണ്ടായത്. കൃഷിയാണ് ഈ ജില്ലയുടെ നട്ടെല്ല്. പ്രധാന കാർഷിക വിളയ്ക്ക് കാപ്പി, കുരുമുളക്, ഏലം, കൊക്കോ എന്നിവയാണ്. നെല്ലിനങ്ങളായ ജീരകശാല, ഗന്ധകശാല എന്നിവ ഏറെ പ്രധാനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ള ജില്ലയാണ് വയനാട്. ഈ ജില്ല കേരളത്തിൻ്റെ ഊട്ടി എന്നും അറിയപ്പെടുന്നു. വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജില്ലയാണ് വയനാട്. ബാണാസുര സാഗർ അണക്കെട്ട്, എടക്കൽ ഗുഹ, പക്ഷിപാതാളം, കുറവാദ്വീപ്, ലക്കിടി, പൂക്കോട് തടാകം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, ചെമ്പ്രമല, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി എന്നിവ ഈ ജില്ലയിലാണ്. റെയിൽപാതവും കടൽ തീരവും ഇല്ലാത്ത ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ലയാണ് ഇത്. പ്രാചീന കാലത്ത് കുറേ കീഴ്നാട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് വയനാട്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. വയനാടിൻ്റെ ദേശീയ ഉത്സവമാണ് വള്ളിയൂർ കാവ് ഉത്സവം. ആദിവാസി മൂപ്പർമാർ കൊടിയേറ്റ് നടത്തുന്ന ഉത്സവമാണിത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. ഇവിടെ തീരുന്നില്ല. വയനാട് ജില്ലയുടെ അതിമനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. എൻ്റെ പേര് സാരംഗസ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കേരളത്തിലെ ജില്ലകളിലൂടെ എന്ന പ്രോഗ്രാമിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ്. 1957 ജനുവരി 1 രൂപീകൃതമായ ജില്ലയാണ് കണ്ണൂർ ജില്ല. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളതും കടൽത്തീരുള്ളതും കശുവിൻ്റെ ഉൽപാദനം ഏറ്റവും കൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല. ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ്. തെയ്യത്തിൻ്റെയും തറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയെയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാന വേദിയായിരുന്ന സ്ഥലം പയ്യന്നൂരാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. രണ്ടാം മർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ്. കേരളത്തിലെ ആദ്യ ബേക്കറി സ്ഥലം തലശ്ശേരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. 3 സീകളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. അതായത് ക്രിക്കറ്റ്, സർക്കസ്, കേക്ക് എന്നറിയപ്പെടുന്നു. സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിന്റെ പാരീസ് എന്ന യൂറോപ്യർ വിശേഷിപ്പിച്ചത് തലശ്ശേരിയെയാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇതോടെ ഞാൻ
ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പോയി നമ്മൾ കാറ്റും കൊണ്ടിരിക്കാം ലൈറ്റ് ഹൗസിന്റെ മേലെ കയറി നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയെ കുറിച്ചാണ്. 1949 ജൂലൈ 1 കൊല്ലം ജില്ല നിലവിൽ വരുന്നത്. കൊല്ലം നഗരത്തിന്റെ സ്ഥാപകൻ മർ സഫീർ ഇസയാണ്. പ്രാചീന കാലത്ത് ജയസിംഹ നാടെന്നും ദേശിംഗ നാടെന്നും തേൻ വഞ്ചി എന്നും ഈ ജില്ലയെ അറിയപ്പെട്ടിരുന്നു. അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് കൊല്ലം നഗരം സ്ഥിതി ചെയ്യുന്നത്. ജില്ലയുടെ പ്രത്യേകതകൾ: ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ എള്ളു ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ല എന്ന് അറിയപ്പെടുന്ന ജില്ല, ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറി ഉള്ള ജില്ല, കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനമായ ജില്ല, ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല, ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ള ജില്ല, വയോമിത്ര പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല, ലളിതാംബിക അന്തർജനത്തിന്റെ ജന്മസ്ഥലം, കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി നിലവിൽ വന്നത്, കഥകളിയുടെ ആദ്യ രൂപമായ രാമനട്ടം രൂപം കൊണ്ടത്, ചീന കളിമണ്ണിന് പ്രശസ്തമായ സ്ഥലം, കേരള സിറാമിക്സിന്റെ ആസ്ഥാനം, കേരള സ്റ്റേറ്റ് അലൂമിനിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം, വേലുത്തമ്പി തളവ പ്രശസ്തമായ കുണ്ട്രവിളംബരം നടത്തിയത്, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക്. ഇതെല്ലാം കൊല്ലം ജില്ലയുടെ സവിശേഷതകളാണ്.